അതായത് മറ്റേ ക്യാമറ സെറ്റ് ചെയ്യുന്നു, മറ്റേ PC ഇതാക്കുന്നു, അതായത് ഫുഡ് വരെ കഴിക്കാണ്ട് ഇവിടെ മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നില്ല നമുക്ക് വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതായത് ഓന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ഓന് എന്താ പറയുക, നമുക്ക് വേണ്ടി ഈ PC സാധനം സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളോട് ഒന്നും ഇതാക്കാൻ പറയില്ല. ഇവനും അഖിലും കൂടി മാത്രം ഈ പരിപാടി ചെയ്യരുത്. നമ്മളൊന്നും ഇതാക്കുന്ന പോലും ഇല്ല. നമ്മളെല്ലാം ഓരോ സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നു. മമ്മ ഒരു സ്ഥലത്ത് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുന്നു, ഞാൻ മുകളിൽ നിന്ന് ഉറങ്ങുന്നു. ഇത് ഇറങ്ങി വരുമ്പോൾ കാണുന്നത്, അതായത് രാവിലെ ഇവൻ ഉറങ്ങി എണീച്ച മുതൽ ചെയ്യുന്ന കാര്യമാണ്. ഇവനും എൻ്റെ അപ്പോൾ തന്നെ കിടന്നത് 6 മണി സമയത്ത് കിടന്നു. ഇവൻ 10 മണിക്ക് എണീച്ച് ചെയ്യാൻ തുടങ്ങിയ സംഭവം ഇത്. എടാ നീ ഉണ്ടായിടാ മാറി പോങ്ങ്. അപ്പൊ എന്താ പറയാ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ അത് ഭയങ്കര ഒരു വേറെ ആരും ചെയ്യുമെന്നൊക്കെ അറിയില്ല. അതായത് നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി തരുക, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. രാവിലെ അല്ല വൈകുന്നേരം ഉറങ്ങി എണീച്ചിട്ട് വരുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാല് ഇവൻ ഇങ്ങനെ സംഭവം ചെയ്യും. അതായത് തിക്കും തിരക്കൂട്ടി ഇവൻ ഇങ്ങനെ ചെയ്യാം. എടാ അത് സെറ്റാക്കി, ഇത് സെറ്റാക്കി, മറ്റേതാക്കി, ഇതാക്കുന്ന പറഞ്ഞിട്ട് ഫുള്ള് എടാ നീ പോയാ പോയാക്ക്. എടാ ഇവന്റെ മുഖത്ത് നോക്കി ഒന്നും പറയാൻ കഴിയില്ലടാ. ഇങ്ങനെ പറയാന്ന് വിചാരിച്ചതാ, ഇതിലും നന്നായിട്ട് പറയാന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ വാക്കുകൾ കിട്ടൂല. അതാ മഴവില്ലിന്റെ അല്ലടാ, ഷമീറ വിട്. അതൊക്കെ എന്തായാലും നടന്ന കാര്യങ്ങള് അതൊക്കെ നമുക്കറിയാം. ഓക്കെ സെറ്റാ. ഏയ് എടാ ഇന്ന് നിന്റെ ദിവസമാണ്. നിനക്ക് വേണ്ടി അത്രയും ചെയ്ത് നീ ഇതാക്കി. ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാ? നീ സെറ്റാണ്ടിട്ടല്ലേ? അങ്ങ് ഉഷാറാക്ക്. അങ്ങനെ എടാ ഞാൻ എന്റെ എല്ലാടെ പറയുന്നത് പൊട്ടാ. മൊത്തത്തില് നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന കാര്യം കാണുമ്പോ നമുക്ക് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? നമ്മൾ അടിപൊളി വേണ്ടിട്ടല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഉഷാറാക്ക്. സീനില്ല നോക്കേ. എന്ത് ഞാൻ ഇതാ അങ്ങനെയല്ല, ഇമോഷണലായി പോയത്. കാരണം എടാ നമ്മളത് ചിന്തിക്കുന്നില്ലടാ. ഞാനോ വീട്ടിലുള്ള മമ്മുവോ നമ്മളൊന്നും ഇതൊന്നും ചിന്തിക്കലില്ല. അതായത് നമുക്ക് നാളെ ലൈവ് തുടങ്ങണം, നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം, ഈ സാധനം എടുത്ത് വെക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, നമ്മളിത് ചിന്തിക്കലില്ല. ഇതെല്ലാം ഒരാളാണ് ചിന്തിക്കുന്നത്. നിയാദ് എന്ന് പറഞ്ഞ തൊപ്പി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ചിന്തിച്ചിട്ട് എല്ലാ കാര്യവും സെറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാം ഒന്ന് വിളിച്ച് എടാ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ചെയ്യുക, നിങ്ങൾക്ക് ലൈവ് തുടങ്ങണം, നീ ക്യാമറ സെറ്റ് ചെയ്തോ മറ്റു സാധനം സെറ്റ് ചെയ്തോ, നിങ്ങൾക്ക് ഈ പരിപാടി